ഹലോ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ മോർണിംഗിന് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കടകൾ ക്ലോസ് ആയിരുന്നു. ബട്ട് നമുക്ക് ചെറിയൊരു കടയിൽ നമ്മൾ കുറച്ച് ചായ ഒക്കെ കുടിച്ച് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ നൈറ്റിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ തേക്കടിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. തേക്കടിയിലേക്ക് പോയതിന് ശേഷം നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ ജീപ്പ് സഫാരി എടുത്തത്. ഇങ്ങനെയൊരു സഫാരി എനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഇതിനു മുന്നേ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു. സത്രം ജംഗിൾ സഫാരിയിലൂടെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ സൂയിക്ക് ആനയൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറച്ച് ആനൻ്റെ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളതവിടെ കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് വേഗം പോന്നു. ഈ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡോക്ടർ എവിടുന്ന് ഒരു പരിപ്പടൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് നമ്മൾ വണ്ടിപ്പെരിയാറിൻ്റെ ഷട്ടർ തുറന്നാൽ ഇതിലൂടെയാണ് വെള്ളം വരിക. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് കുടിച്ച കട്ടൻ ചായയോട് അടുത്തത് മെറ്റൽമൻ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന രംഗങ്ങൾ. പാവം പറ്റിയില്ലെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിൽ തന്നെ ആയിരുന്നു നമ്മളെ വണ്ടിപ്പെരിയാറിൻ്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് നല്ലൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി നോക്കി. നമ്മൾ മെറ്റൽമൻ പിന്നെ ഡോക്ടർ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടില്ല, കഠിന പരിശ്രമത്തിലൂടെ ആയിരുന്നു. ഈ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും വേറൊരു എന്തോ രസം ഉണ്ടായിരുന്നു. അധികം നല്ല കല്ലുകളായിരുന്നു അവിടെ. ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര ചിവിടലിങ്ങനെ ചിലക്കാണ്. പക്ഷെ നല്ല രസമുള്ള സ്ഥലം, അടിപൊളി സ്ഥലമാണ്. നമ്മുടെ മെറ്റൽമാനും ഡോക്ടറും നിൽക്കുന്നുണ്ട്. അജിക്കും സൂയി ഇവിടെ ഉണ്ട്. വെള്ളം കുറവാണ്, പക്ഷേ എന്നാലും സീൻ സ്ഥലമാണ്, അടിപൊളിയാണ്. നമ്മളെ ഡാം ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ സീനാവും കേട്ടോ. അപ്പം നമുക്ക് ഇവിടേക്ക് എൻട്രി ഉണ്ടാവില്ല. ഈ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത് ചീവീടെ അല്ല കേട്ടോ, മഴവണ്ടാണ് എന്നാണ് നമ്മളെ വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചെങ്കിൽ ഇതൊരു സൗണ്ട് ഉണ്ടാക്കി അവസാനം ഇതിൻ്റെ സൗണ്ട് നിൽക്കുന്ന സമയത്ത് ഇത് ചാവുമായിരിക്കും ഉണ്ടാവുക. അതായത് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ആ സൗണ്ട് തീരുന്ന സമയത്ത് അതിൻ്റെ ആയുസ് തീരും. ചീവീടല്ല, മഴവണ്ട് എന്നാണ് പറയുന്നത്. മഴവണ്ട് എന്നാണ് ഇത് കരഞ്ഞു കഴിഞ്ഞാല് മഴ പെയ്യുന്നാണ് നമ്മൾ ഏട്ടനെ നമുക്ക് പറഞ്ഞു തന്നത്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങളാണ് ഈ കാണുന്നത്. നമ്മളെ ഫോട്ടോഗ്രാഫറിനോട് നമ്മളെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറഞ്ഞിട്ട് പ്രകൃതി രമണീയം എടുത്തു വെച്ചതാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ. സൂവിന്റെ ഫസ്റ്റ് ഓഫ് റോഡ് തരംഗം നമ്മളെ ഗവിയിൽ നിന്നാണ് പാസ്സാക്കി. എങ്ങനെയുണ്ട്? ഈ ഒരു സഫാരിയിൽ നമുക്ക് കുറച്ചൊക്കെ ഓഫ് റോഡ് കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ഓഫ് റോഡ് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സൂയിൻ്റെ ഒക്കെ തലക്ക് എവിടേക്കോ തട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ജീപ്പിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര ബാലൻസ് ചെയ്യാൻ നോക്കിയാലും നമുക്ക് ബാലൻസ്ഡ് ആവില്ലല്ലോ. ഈ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ ആനനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ലോങ് ആയിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ ബൈനോക്കുലറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം കണ്ടു. ഛർദ്ദിക്കാൻ വരാന്നൊക്കെ പറയുന്നുണ്ട് ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട്. എന്തായി മനുഷ്യന്മാരല്ലേ. ആനപ്പിണ്ണം കയ്യിലെടുത്തുകാണ്ട് അതിന്റെ സ്മെല്ല് മാറാൻ ചങ്ങനപ്പുല്ലുകൊണ്ട് വെറുതെ നിൽക്കുന്ന മറ്റന്മാരാണ്. ഭയങ്കര മണം. ഇവിടുത്തെ ആന എന്താ തിന്നണെന്ന് അറിയില്ല, വൃത്തിയത്താന. ജീപ്പ് സഫാരിയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോരുന്ന വഴിക്കൊരു ഹിഡൻ സ്പോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഒന്ന് മെറ്റൽമാൻ ആ റോഡിലൂടെ കയറി പോയതായിരുന്നു, പക്ഷേ അവിടുത്തെ വ്യൂ അമ്മായി വ്യൂ ആയിരുന്നു.
പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ ഒരു പുളി ഫോണിൽ ഓളെ വീഡിയോസ് കണ്ടിട്ടിരുന്ന് ചിരിക്കണതാണിത്. റീലെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കറങ്ങി നോക്കിയതാണ്. അടിക്ക് വീഴാത്തത് എൻ്റെ ഭാഗ്യം. അവിടുന്ന് വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ചെറിയൊരു പോയിന്റിൽ ഞാൻ കാളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഒന്നും അതിൻ്റെ ഇത് കിട്ടിയില്ല. അതെനിക്ക് കുറേ ചീത്തയൊക്കെ കേട്ടിരുന്നു. നൈറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മറ്റൽമാൻ വണ്ടി പഞ്ചറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് നമ്മളവിടുന്ന് പോകുന്നത്. നൈറ്റ് ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മൾ കുറച്ച് പെട്രോൾ അടിച്ചാണ് നമ്മൾ നാട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 മണി 2 മണി സമയത്താണ് എത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ സേഫായി വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.